നിങ്ങൾ മൂന്നാക്കൽ പള്ളി പോയണോ? ജു വേണോ മൂന്നാക്കൽ പള്ളി? ജു വേണോടാ മൂന്നാക്കൽ പള്ളിയിൽ? ആ ചോറുള്ള പള്ളിയൊന്നുമില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോയി, ഞായറാഴ്ച പോയത്. മൂന്നാക്കൽ പള്ളി എന്ന് പറഞ്ഞാൽ പല ആളുകളും ഉദ്ദേശങ്ങൾ കരസ്ഥമാകാൻ വേണ്ടി ഉദ്ദേശങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി അരി നേർച്ചാക്കുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഞാനവിടെ ഒരാവശ്യത്തിന് നേർച്ചാക്കിയപ്പോൾ അരി കൊണ്ടുകൊടുക്കാൻ പോയി. അപ്പം ഭയങ്കര വരി റോട്ടുമലെത്തിയാണ് അരി വാങ്ങാൻ. ഒരുപാട് ആൾക്കാർ അരി വാങ്ങാൻ, അവിടുന്ന് അരി വിതരണം ചെയ്യാണ്. അരി വാങ്ങാൻ അങ്ങനല്ല, സോറി, ഈ ജനങ്ങൾ നൽകുന്ന അരി അവിടുന്ന് എന്ത് ചെയ്യാണ്, സപ്ലൈ ചെയ്യാണ് ഫ്രീ ആയിട്ട്. അത് മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ അവിടെ വന്ന് അങ്ങനല്ല, ആർക്കും ഒന്നും വാങ്ങാന്നല്ല. ഞാൻ അന്വേഷിച്ചു. അപ്പോൾ 18,000 കാർഡുകളാണല്ലോ അവിടെ ഉള്ളത്. 18,000 വീട്ടിലേക്കാണ് അരി എത്തിക്കുന്നത്. ഒരു വീട്ടിലേക്ക് ആ പള്ളി നിൽക്കുന്ന മൂന്നാക്കൽ പള്ളി മൂന്നാക്കൽ പള്ളി നിൽക്കുന്ന മഹല്ലിലുള്ള ആളുകൾക്ക് 10 കിലോന് ഞാൻ ചെന്നാ ഞായറാഴ്ച അങ്ങനെ കൊടുക്കണം. 10 കിലോനും അല്ല, മാസത്തിൽ 2 പ്രാവശ്യം. ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഇനി ഒരു 2-3-4 പ്രാവശ്യം കൊടുക്കാനുള്ള അരി അവിടെ സ്റ്റോക്കായിരിക്കും എൻ്റെ ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് അതന്നെ ആയിരിക്കും അവർക്ക് നേർച്ചാക്കുന്നതിൻ്റെ ഫലവും. കാരണം ഒരുപാട് ആളുകൾ എനിക്ക് ഞാൻ എൻ്റെ ആവശ്യത്തിൽ വേറെ ആളെ ആവശ്യത്തിൽ നേർച്ചാക്കിയത് എന്നോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞാണ്. അപ്പം അത്ഭുതപ്പെട്ടു അവിടുത്തെ സംഭവം കണ്ടപ്പോൾ. അപ്പോൾ 18,000 വീട് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതം തന്നെയല്ലോ. അത് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട്. 18,000 കാർഡ് എന്ന് എന്നോട് പറഞ്ഞു. 18,000 കാർഡ് 18 വീടായിരിക്കും. ആ മഹല്ലിൽ പെട്ടവരല്ലാത്തവരും ആ മഹല്ലിൽ പെട്ടവർക്ക് സാധാരണ കൊടുക്കുന്നതിനൊക്കെ 2 കിലോ ഏറെ ഉണ്ടാവും. അതായത് 10 കിലോനാണെങ്കിൽ ആ മഹല്ലിൽ പെട്ടവർക്ക് 10 കിലോ, പുറത്തുള്ളവർക്ക് 8 കിലോ. റമദാന് ആ മഹല്ലിൽ പെട്ടവർക്ക് 12 കിലോ, പുറത്തുള്ളവർക്ക് 10 കിലോ, അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇത്രങ്ങാനും ആളുകളാണ് അവിടെ വന്ന് വരി നിൽക്കുന്നത്. റോട്ടുമലത്തിന് വരി. കാർഡ് കൊടുത്താൽ അത് അർഹർക്കേ കൊടുക്കുള്ളൂ, ആവശ്യക്കാർക്കേ കൊടുക്കുള്ളൂ. അതിന് 18,000 ആളുകൾക്ക് വെച്ച് ഇങ്ങനെ കൊടുത്ത് എത്ര കൊടുക്കും? അപ്പോൾ അവിടെ ആ ഫലം ആളുകൾ അരി നേർച്ചയാക്കുന്നതിൻ്റെ ഫലം അത് തന്നെയാണെന്ന് മനസ്സിലായി. ആ കൊടുതി ഉണ്ടല്ലോ, പാവങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുക. അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അത് എന്ന് തുടങ്ങി, എന്താണ് അതിൻ്റെ പശ്ചാത്തലം, ചരിത്രമൊന്നും എനിക്കറിയില്ല കേട്ടോ. വലിയ സംഭവം തന്നെയെന്ന് പറയാം.